നമ്മുടെ രാജ്യത്ത് നിധി ഒഴുകുന്ന ഒരു നദിയുണ്ട്, അതും സ്വർണ്ണനിധി. ഒരു നദിയിൽ കൂടി സ്വർണം ഒഴുകി വരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അത് നമ്മുടെ ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദി. ഇപ്പോൾ ഇതാ സുബർണരേഖ നദി വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ജാർഖണ്ഡിലാണ് സുബർണരേഖ നദി. സ്വർണത്തിന്റെ രേഖ എന്നാണ് സുബർണരേഖ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം. ജാർഖണ്ഡിലെ വനമേഖലയിൽ നിന്ന് ആരംഭിച്ച് പശ്ചിമ ബംഗാളിലൂടെ ഒഡീഷയിലെത്തി സമുദ്രത്തിലേക്ക് ചേരുന്ന നദിയാണ് സുബർണരേഖ. ജാർഖണ്ഡിലെ രത്നഗർഭ മേഖല ഈ നദിയുടെ പ്രധാന സഞ്ചാര പാതകളിൽ ഒന്ന്. ഇവിടെ ഈ നദിയുടെ കൈവഴിയാണ് കർഗരി. സ്വർണം ഒഴുകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് കൊണ്ട് പലരും ഈ നദിക്കരയിലേക്ക് എത്താറുണ്ട്. ഇന്ത്യയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി സുബർണരേഖയാണ്. ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്ന ഒരു കഥ ഈ നദിയുടെ പിന്നിലുണ്ട്. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നദിയാണ് സുബർണരേഖ എന്ന്. നദിയിലെ വെള്ളത്തിൽ സ്വർണം കലർന്നത് മഹാഭാരത കാലത്താണെന്ന വിശ്വാസം. ഐതിഹ്യ കഥ എന്താണെന്ന് പരിശോധിച്ചാലോ? മഹാഭാരതത്തിലെ കഥാപാത്രമായ അർജുനനിൽ നിന്ന് തുടങ്ങുന്നു കഥ. സുബർണരേഖ എന്ന നദിയുടെ ഉത്ഭവത്തിന് കാരണം അർജുനൻ ആണ് എന്നാണ് വിശ്വാസം. വനവാസകാലത്ത് പാണ്ഡവർ ഈ പ്രദേശത്ത് എത്തിയിരുന്നു. ഇവിടെ സമയം ചിലവഴിക്കുന്നതിനിടെ കുന്തി ദേവിക്ക് ദാഹം അനുഭവപ്പെട്ടു. ഇതോടെ മക്കളോട് വെള്ളം എത്തിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ എത്രയൊക്കെ തിരഞ്ഞിട്ടും വെള്ളം കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചില്ല. ഇതോടെ അർജുനനോട് തനിക്ക് വെള്ളം എത്തിക്കാൻ നിർബന്ധം പറയുകയായിരുന്നു അമ്മ. ഇതോടെ അമ്മയുടെ അനുവാദത്തോടെ അമ്പെടുത്ത് അദ്ദേഹം മണ്ണിലേക്ക് എയ്തു. ഇതോടെ ആ പ്രദേശത്ത് നീളത്തിലുള്ള വലിയ കുഴി രൂപപ്പെടുകയും അതിൽ വെള്ളം നിറഞ്ഞൊഴുകാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതിനൊപ്പം ചെറിയ സ്വർണത്തിന്റെ തരികളും പ്രത്യക്ഷപ്പെട്ടു. അന്നു മുതൽ ഈ നദി സുബർണരേഖ എന്ന് അറിയപ്പെട്ടു. അർജുനന്റെ അമ്പിന്റെ ചൈതന്യത്താലാണ് സ്വർണത്തരികൾ വെള്ളത്തിൽ കലർന്നത് എന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം. ഈ നദിയുടെ കഥയറിഞ്ഞ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇത് ജനങ്ങളുടെ വിശ്വാസം. ഇനി ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ മറ്റൊരു കഥയുണ്ട്. ധാതുക്കളാൽ സമ്പുഷ്ടമായ പാറക്കെട്ടുകൾക്കിടയിലൂടെ കടന്നു പോകുന്നതിന്റെ ഫലമായിട്ടാണ് നദിയിൽ സ്വർണം കലർന്നത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഈ വെള്ളം പാറകൾക്കിടയിൽ തട്ടുമ്പോൾ ഘർഷണം മൂലം സ്വർണത്തിന്റെ സൂക്ഷ്മ കണികകൾ പുറത്തേക്ക് വരുന്നു. വെള്ളത്തിൽ കലരുന്ന ഇവ തരികളായി ഒഴുകുന്നു. നദിയിൽ സ്വർണം കലർന്നതിനെ കുറിച്ച് ഇപ്പോഴും പഠനങ്ങൾ തുടരുകയാണ്. സുബർണരേഖയിൽ ചെന്നു ചേരുന്ന നദിയാണ് കർഗരി. ഈ നദിയുടെ തീരത്ത് നിന്നും മുൻകാലങ്ങളിൽ സ്വർണം ലഭിച്ചിരുന്നത്രേ. ഇവിടെ നിന്നുള്ള സ്വർണമാണ് സുബർണരേഖയിലൂടെ ഒഴുകുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. സുബർണരേഖയുടെ തീരത്ത് പണ്ടൊരു സ്വർണ്ണ ഖനിയായിരുന്നു എന്നും ചരിത്രരേഖകളിൽ ചിലതിൽ പറയുന്നുണ്ട്. സുബർണരേഖ നദിയെ ചുറ്റിപ്പറ്റിയാണ് ഇവിടെയുള്ളവരുടെ ജീവിതം. നദിയിലെത്തി മണൽ അരിച്ച് സ്വർണ്ണത്തരികൾ കണ്ടെത്തും. ഇത് വിറ്റാകും ഇവർ നിത്യചെലവുകൾ നടത്തുക. ആദ്യകാലങ്ങളിൽ വലിയ അളവിൽ ഇവിടെ നിന്നും സ്വർണം ലഭിച്ചിരുന്നു. എന്നാൽ തുടർച്ചയായുള്ള ശേഖരണത്തെ തുടർന്ന് സ്വർണത്തിന്റെ അളവ് വളരെ കുറവാണ്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇവർക്ക് ലഭിക്കുന്നതോ ഒന്നോ രണ്ടോ മണൽത്തരികൾ മാത്രം. ഇവിടത്തുകാരുടെ പാരമ്പര്യ തൊഴിൽ ഇതാണ്. ജാർഖണ്ഡിന് പുറമെ ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഈ നദി ഒഴുകുന്നു. ജംഷഡ്പൂർ, ചായ്ബസ, റാഞ്ചി എന്നിവയാണ് നദി ഒഴുകുന്ന പ്രധാന നഗരങ്ങൾ. ഒഡീഷയിലെത്തുന്ന ഈ നദി കിർത്താനിയ തുറമുഖത്തിൽ വെച്ചാണ് ബംഗാൾ ഉൾക്കടലുമായി കൂടിച്ചേരുക. 395 കിലോമീറ്ററാണ് നദിയുടെ നീളം. 18,951 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സുബർണരേഖ പരന്നു കിടക്കുകയാണ്.